നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനിർത്തുകയും അനുഗ്രഹിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും പ്രാർത്ഥനകൾക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. പേരൻസ് ഡേ എന്നറിയപ്പെടുന്ന ഈ സുദിനത്തിൽ മാതാപിതാക്കളുടെ ദുഃഖം തീർക്കുവാൻ കർത്താവ് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന വേദപുസ്തകത്തിലെ സംഭവങ്ങൾ ധ്യാനിച്ച് നമ്മുടെ അനുഭവമാക്കുന്ന സുദിനമാണെന്ന് ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മോശയുടെ 5 ഗ്രന്ഥങ്ങളെ ഒറയത്തായുടെ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നു. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 32, 37, സംഖ്യ 8 ഇങ്ങനെ 3 ഭാഗങ്ങളിൽ നിന്ന് ഒറയത്തായുടെ പുസ്തകത്തിലെ സന്ദേശം നമ്മൾ കേട്ടു. അങ്ങനെ മോശ ദീർഘദർശിയുടെ ഒറയത്തായിൽ നിന്ന് കേട്ട സന്ദേശങ്ങൾ രൂത്തിൻ്റെ പുസ്തകവും ശമൂവേലിൻ്റെ പുസ്തകവും സങ്കീർത്തനങ്ങളെ സേവയിൽ നിന്നെല്ലാം മാതാപിതാക്കളുടെ ദുഃഖം തീർക്കുവാനുള്ള സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. മക്കളെ ചൊല്ലി ദുഃഖിക്കുന്ന മാതാപിതാക്കളിലൂടെ എത്തിയിട്ടുണ്ട്. ദൂരെ നിന്നും ചാരി നിന്നും വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും തിരുമ്പാ സമർപ്പിക്കുന്നു. പേരൻസ് ഡേ എന്നറിയപ്പെടുന്ന സുദിനത്തിൽ അവിടെ ദുഃഖങ്ങൾ തീർക്കുവാൻ പറ്റിയ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വചനം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉദ്ധരിക്കുകയാണ്. 1 ശമൂവേൽ 1 അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവൾ ഭക്ഷണം കഴിച്ച് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. വാടിയ മുഖവുമായി ആരാധന സ്ഥലത്ത് വന്ന ഒരു അമ്മ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ട് സന്തോഷത്തോടെ ആഹാരവും കഴിച്ച് മുഖം വാടാതെ പോയി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പല കാരണത്താൽ മുഖം വാടി ഭക്ഷണവും വേണ്ടാന്ന് വെച്ച് വ്യാകുലപ്പെട്ട് വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷ വാർത്ത അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എലിസബത്തിനും സഖറിയാവിനും ദുഃഖമുണ്ടായിരുന്നു, കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം. ആരാധന മധ്യത്തിൽ അവർക്കും സന്തോഷം കിട്ടി. പ്രാർത്ഥനയുടെ മറുപടി എന്ന പേരുള്ള യോഹന്നാൻ അവിടെ ദുഃഖം തീർത്തു. ഇനി നമ്മളുടെ ദുഃഖം തീർക്കുവാൻ, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ നമ്മളുടെ ഇന്നത്തെ ആരാധന ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന വിശ്വാസം, ദൈവാശ്രയത പുതുക്കി നമുക്ക് നിരാശയോടെ ആരെങ്കിലും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രത്യാശയോടെ കരഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ മറുപടിയാകുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ പാപമോചന പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുമ്പോട്ട് വരാം എന്നതായി ഓർക്കുക. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെ. യഹൂദ്യയിലെ രാജാവായ ഹെരോദേസിന്റെ കാലത്ത് അബിയാഗണത്തിൽ സഖറിയ എന്നു പേരുള്ള ഒരു ആചാര്യനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ വംശത്തിൽപ്പെട്ട എലിസബത്തായിരുന്നു. അവർ രണ്ടുപേരും ദൈവമുമ്പാകെ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും നിയമങ്ങളും കുറ്റമില്ലാതെ പാലിക്കുന്നവരുമായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നതിനാൽ അവൾക്ക് സന്തതി ഉണ്ടായില്ല. അവരിരുവരും പ്രായാധിക്യമുള്ളവരുമായിരുന്നു. സഖറിയാവിന്റെ ശുശ്രൂഷയുടെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ആചാര്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കെ പൗരോഹിത്യ മുറയനുസരിച്ച് അവൻ ധൂപം വയ്ക്കേണ്ട തവണ വന്നു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അണയ്ക്കുന്ന സമയത്ത് ജനമെല്ലാം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ മാലാഖ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി സഖറിയ കണ്ടു. സഖറിയ അവനെ കണ്ട് ഭ്രമിച്ച് പരവശനായി. മാലാഖ അവനോട് ഇങ്ങനെ പറഞ്ഞു, സഖറിയായേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും ആഹ്ലാദിക്കും. എന്നാൽ അവൻ കർത്താവിന്റെ സന്നിധിയിൽ മഹാനായി തീരും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവിടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിക്കും. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരിക്കാത്തവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ച് പൂർണ്ണതയുള്ള ഒരു ജനതയെ കർത്താവിന് ഒരുക്കുവാൻ കർത്താവിന് മുമ്പ് ഏലിയാ പ്രവാചകന്റെ ആത്മാവോടും ശക്തിയോടും കൂടി അവൻ സഞ്ചരിക്കും.
അപ്പോൾ സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാനൊരു വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യയും വയോവൃദ്ധയാണ്. ദൂതൻ ഉത്തരം പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും നിന്നെ അറിയിക്കുവാനും ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്. യഥാകാലം നിറവേറുവാനുള്ള ഈ വാക്കുകൾ വിശ്വസിക്കാത്തതിനാൽ ഇവ സംഭവിക്കുന്നവരെ നീ ഊമനായിരിക്കും. ജനങ്ങൾ സക്രിയയെ കാത്തിരിക്കുകയായിരുന്നു. ദേവാലയത്തിൽ നിന്ന് വരുവാൻ അവൻ വൈകുന്നതോർത്ത് അവർ ആശ്ചര്യപ്പെട്ടു. സക്രിയ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ അവനൊരു ദർശനം ഉണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിച്ചതേയുള്ളൂ. അവൻ ഊമനായി ജീവിച്ചു. ശുശ്രൂഷകാലം തികഞ്ഞപ്പോൾ അവൻ സ്വന്തം ഭവനത്തിലേക്ക് പോയി. ആ നാളുകൾക്ക് ശേഷം അവൻ്റെ ഭാര്യ എലിസബേത്ത് ഗർഭിണിയായി. 5 മാസം അവൾ രഹസ്യമായി പാർത്തു. മനുഷ്യരുടെയുള്ള എൻ്റെ അപമാനം നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. ഇപ്രകാരം ചെയ്തുവെന്ന് അവൾ പറയുകയും ചെയ്തു. സ്വല്പസമയമായിരിക്കാം. പേരൻസ് ഡേ എന്നറിയപ്പെടുന്ന ഈ സുദിനത്തിൽ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളിവിടെ ഇന്ന് ധ്യാനിക്കുകയാണ്. അനേക നാൾ ധൂപ പ്രാർത്ഥന നടത്തി ആരാധന നടത്തിയ ഒരു പുരോഹിത കുടുംബത്തിന് ധൂപപ്രാർത്ഥനയുടെ സമയം ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്തായി ദൂതൻ വന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു. വിശുദ്ധ ആരാധന സ്ഥലത്തുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുള്ള ഒരു അവസരമാണ്, വേദിയാണെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. നമ്മുടെ മഹത്വ ശക്തിയും ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച ദൈവസന്നിധിയിലേക്ക് സുഗന്ധധൂപം പോലെ വീഴുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ എത്തിയിട്ട് അത് സമാധാനം, അനുഗ്രഹം, ശക്തിയുമായി പ്രാർത്ഥനയുടെ മറുപടിയായി മടങ്ങി വരുമെന്നുള്ള തത്വം 29-ാം സങ്കീർത്തനത്തിലെ തത്വം ഇവിടെ അന്വർത്ഥമാകുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവസ്നേഹാഗ്നിയിൽ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതായ നമ്മുടെ മഹത്വ ശക്തിയുമാണ് അനുഗ്രഹമായി, സമാധാനമായി, മറുപടിയായി വരുന്നെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും നമ്മുടെ ബലഹീനതകളും പ്രാർത്ഥനയുടെ മറുപടികളെ വികലമാക്കാൻ സാധ്യതയുണ്ട്. അത് ദൈവകോപത്തിനിടയാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സത്യം ഇതിനകത്തുണ്ട്. ഈ മാതാപിതാക്കളുടെ പ്രത്യേകത നമ്മൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നീതിയുള്ളവരായിരുന്നു. സകല കൽപ്പനകളും നിയമങ്ങളും കുറ്റമില്ലാതെ പാലിക്കുന്നവരായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അവരുടെ ബുദ്ധിക്കും യുക്തിക്കും സ്വന്തം വിചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമായി തീരുന്ന ഒരു രംഗം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം സൽഗുണങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ഭക്തിപ്രകടനങ്ങൾ നമ്മൾ നടത്തിയാലും ദൈവത്തിൻ്റെ വചനത്തെ 100% വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കാത്തതായ വൈകല്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചില വൈകല്യങ്ങൾ വരുത്താനും ദുഃഖം വരുത്താനും സാധ്യതയുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഈ സഖറിയായ്ക്കും എലിസബേത്തിനും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ഇത്രയധികം താമസിച്ചത് എന്താണ്? ഒത്തിരി നാള് വലിയ പ്രതീക്ഷയോടെ അവർക്ക് അത്യാവശ്യമുണ്ടെന്ന് തോന്നിയ സമയത്തൊക്കെ ഈ കാര്യം പ്രാർത്ഥിച്ചതാണ്. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം അവരെ വളരെയധികം വേദനിപ്പിച്ചതുമാണ്. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു സന്ധിയെ വളർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പുരോഹിതൻ്റെ കുഴപ്പം കൊണ്ടാണ്, എന്തോ പ്രശ്നം കൊണ്ടാണ് അവർക്ക് കുഞ്ഞിനെ കാണാനൊക്കാത്തത് എന്ന് പലരും പരിഹസിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് സന്താനങ്ങളില്ലാത്തത് ശാപത്തിൻ്റെ ഫലമായിട്ടാണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയിൽ ആണ് അവർ ജീവിച്ചത്. ഇങ്ങനെ ഒത്തിരി നിന്ദയും ദുഷിയും പഴിയും അവർ കേട്ടിട്ടുണ്ട്. അവരതെല്ലാം സങ്കടത്തോടെ ദൈവസ്ഥിതിയിൽ സമർപ്പിച്ചെങ്കിലും അവരുടെ ചിന്ത അനുസരിച്ച് കാലം കഴിഞ്ഞു, ഇനിയും ഇതിനെ കിട്ടുന്ന ലക്ഷണമില്ല എന്ന് വിചാരിച്ച് അവർ പ്രാർത്ഥന നിർത്തിക്കാണും. അവർ വിചാരിച്ചു പ്രായം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനിയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന അവർ നിർത്തിയതാണ്. പക്ഷേ ഇതാ അവരുടെ ചിന്തയനുസരിച്ച് കാലം കഴിഞ്ഞെങ്കിലും സമയം കഴിഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവർക്കതിനെ സ്വീകരിക്കാൻ സാധിക്കാത്ത ചില വൈകല്യങ്ങൾ, ചിന്താഗതികൾ വരുന്നതായി നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ
വലിയ അകലമുണ്ടെന്നുള്ള കാര്യം യെശയ്യാവിൻ്റെ 55 അധ്യായത്തിലുണ്ട്. ദൈവത്തിൻ്റെ വഴിയും നമ്മുടെ വഴിയും, ദൈവത്തിൻ്റെ വിചാരവും നമ്മുടെ വിചാരവും തമ്മിൽ വളരെയധികം അകലമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ വഴിയും നമ്മുടെ വിചാരവും വിട്ടിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക്, വിചാരത്തിലേക്ക് ഉയർന്നു എന്ന് അതിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ കരുണ ലഭിച്ച് ദൈവത്തിൻ്റെ ദാനങ്ങൾ ഏറ്റുവാങ്ങി അതിൽ സന്തോഷിക്കാനൊക്കൂ, കിട്ടുന്ന ദാനങ്ങളെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാനൊക്കൂ എന്നുള്ള കാര്യവും മറ്റൊരു വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സഖറിയ പുരോഹിതന് മാലാഖ കൊണ്ടുവന്നതായ പ്രാർത്ഥനയുടെ മറുപടിയെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഏറ്റുവാങ്ങാൻ കഴിയാഞ്ഞതെന്നുകൊണ്ടാണ്. ഈ പുരോഹിതൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ്. സന്തതികളില്ലാത്ത അനേക മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് നടത്തിയ ആളാണ്. അനേകർക്ക് പ്രബോധനങ്ങൾ കൊടുത്ത് ആശ്വസിപ്പിച്ച ആളാണ്. അബ്രഹാമിൻ്റെയും സാറായുടെയും കാര്യം പറഞ്ഞ് വാർദ്ധക്യത്തിലും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ സ്വന്തം കാര്യം വന്നപ്പോൾ അതങ്ങ് മറന്നുപോയി. അങ്ങനത്തെ ഒരു കുഴപ്പം നമുക്ക് വരാൻ സാധ്യത. വേദവാക്യം നമ്മൾ മറ്റുള്ളവരോട് പറയും, അവരെ ആശ്വസിപ്പിക്കും, പ്രബോധിപ്പിക്കും. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ അത് നമ്മിൽ പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു ബലഹീനത വരാൻ സാധ്യതയുണ്ടെന്നുള്ള പാഠം. എത്ര ശക്തനാണെങ്കിലും, എത്ര ജ്ഞാനമുള്ളവരാണ്, അറിവുള്ളവരാണെങ്കിലും നമ്മുടെ സ്വന്തം കാര്യത്തിൽ ദൈവവചനത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിച്ച് അത് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ബലഹീനത നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊരു പാഠം ഇതിനകത്തുണ്ട്. അനേകരുടെ അവിശ്വാസങ്ങളെയും സംശയങ്ങളെയും തെറ്റിദ്ധാരണകളെയും മാറ്റി അനേകർക്ക് ആശ്വാസം കൊടുത്തൊരു പുരോഹിതനാണ്. അപ്പോൾ ആശ്വാസം മുടക്കുകയും വിശ്വാസം മുടക്കുകയും നമ്മിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. എല്ലാ ബലഹീനതകളുടെയും പുറയിൽ ഒരു തിന്മയും കൂടി ഉണ്ട്. അപ്പോൾ ആരെ നമ്മൾ സഹായിക്കുന്നുവോ അവരെ നിസ്സഹായാവസ്ഥയിൽ എത്തിച്ച ആ തിന്മ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കൗൺസിലിങ്ങിനും പ്രസംഗത്തിനും സഹായങ്ങൾക്കും ശുശ്രൂഷക്കും അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ, ഈ പുരോഹിതൻ അനേക മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച ഒരാളാണെങ്കിലും അങ്ങനെ അനേകർക്ക് അനുഗ്രഹം കിട്ടിയെങ്കിലും അനേകം കൊടുത്തെങ്കിലും അവരുടെ ശാപവും അശുദ്ധിയും അവരുടെ മറവിയും അവരുടെ അവിശ്വാസവും ശകലമെങ്കിലും തന്നിലേക്കൂടെ പകർന്നിട്ടുണ്ടെന്നുള്ളത് ഇതിവിടെ വെളിവാക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരും കൗൺസിലിംഗ് നടത്തുന്നവരും ഉപദേശം കൊടുക്കുന്നവരും ഉടനെ മാറിപ്പോയിരുന്നു പ്രാർത്ഥിച്ച് കർത്താവേ അവരുടെ അശുദ്ധി എന്നിൽ പറ്റിയിട്ടുണ്ട്, അതിന് ഭാരം കൊടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞാൽ ഇത് കൂടെ നടക്കും. ഇനിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകരുടെയും പുരോഹിതരുടെയും മക്കൾക്ക് പല വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു പഴഞ്ചൊല്ല്. എന്താ കാര്യം എന്നറിയാവോ? അജ്ഞാന അന്ധകാരത്തെ മാറ്റി വിജ്ഞാനപ്രകാശം കൊടുക്കുന്നവരാണ് പുരോഹിതരും അധ്യാപികമാരും ഒക്കെ. അവർക്കും അന്ധകാരം വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനപ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പുരോഹിതരും അധ്യാപകരും അജ്ഞാനാന്ധകാരമായിട്ടാണ് പോരാടുന്നത്. ആ അന്ധകാര ശക്തിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാൻ, അവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പാഠവും ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകരായിരിക്കുന്നവരുടെ മക്കൾ ഭോഷരാകാൻ സാധ്യതയുണ്ട്. പല അധ്യാപകരായിരിക്കുന്നവർക്കും തങ്ങളുടെ മക്കൾ ശരിക്കും പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവം വരാൻ സാധ്യതയുണ്ട്. പല പുരോഹിതരുടെയും കുടുംബത്തിൽ മക്കൾക്ക് ഭക്തിയില്ലാതെ അപ്പനെതിരായി, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന രംഗം കുപ്രശുദ്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം നന്മയും തിന്മയുമായുള്ള ഒരു യുദ്ധമാണത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന തിന്മയുടെ ശക്തിയിൽ പകരം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ആരും. അതിന് പകരം കൊടുത്ത് മാറ്റിവിട്ടില്ലെങ്കിൽ അത് ഇവരെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു വലിയ സത്യമാണ്. സഖറിയ പുരോഹിതന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അനേകരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത തൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ അന്ധകാര ശക്തികൾ ഉണ്ടായിരുന്നു. അതിനെ മാറ്റാൻ സാധിക്കാതെ വണ്ണം താൻ അവിശ്വാസിയായി നിരാശനായി പോയി എന്നുള്ളത് തൻ്റെ ഭാഗത്തുള്ളൊരു ബലഹീനതയാണ്. അതെങ്ങനെയാണ് പ്രകടമായത്? നല്ല സന്ദേശങ്ങളാണ് മാലാഖ കൊടുത്തതെങ്കിലും വളരെ മനോഹരമായ വാക്തത്വങ്ങൾ അടങ്ങിയ സന്ദേശമാണ് കൊടുത്തത്. ഒരു കുഞ്ഞുണ്ടാകുമെന്ന് മാത്രമല്ല, അവൻ ആരായിരിക്കും, അവനെക്കൊണ്ട് അനേകർക്ക് സന്തോഷം ഉണ്ടാകും, അനേകർക്ക് അവൻ മുഖാന്തരം രക്ഷയുടെ പാതയിൽ പോകാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പൂർണ്ണതയുള്ള ജനതയെ കർത്താവിന് ഒരുക്കുവാൻ കർത്താവിന് മുമ്പ് ഏലിയാ പ്രവാചകന്റെ ആത്മാവോട് ശക്തിയോടും കൂടി സഞ്ചരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്.
അത് കേട്ടപ്പോൾ ഹല്ലേലൂയ പാടേണ്ടതായിരുന്നു, സ്തോത്രം പാടേണ്ടതായിരുന്നു. അതിപ്പോൾ തന്നെ അങ്ങ് നടക്കട്ടെ, നടക്കാൻ പോകുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം പറയേണ്ട, ഹല്ലേലൂയ പറയേണ്ടതിന് പകരം സംശയമാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാനൊരു വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യയും വയോവൃദ്ധയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വൃദ്ധരാണ്, ഇതറിയാനൊരു മാർഗവും എനിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിലങ്ങുതരിയിടുകയാണ്. അപ്പോൾ മാലാഖയുടെ ടോണ് മാറി. അതുവരെ സന്തോഷമായിട്ടൊക്കെ ആ കാര്യം പറഞ്ഞ് പിന്നെ ശാസനയുടെ ടോണിലേക്കാണ് പിന്നെ മറുപടി വരുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിനക്കറിയാമോ? ഞാൻ ചുമ്മാതെയൊന്നും ഇതൊന്നും പറയുകയില്ല, ദൈവം കൽപ്പിച്ചിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. നിനക്ക് ആ ദൈവത്തിൽ എന്നാ വിശ്വാസം ഇല്ലാതെ പോയത്? നിന്നോട് സംസാരിക്കാനും നിന്നെ അറിയിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. അന്ന് അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കുന്നവരെന്ന് മിണ്ടണ്ട എന്ന് പറഞ്ഞ് ശിക്ഷ കൊടുത്തു എന്നാണ് പറയും. യഥാകാലം നിറവേറുവാനുള്ള വാക്കുകൾ വിശ്വസിക്കാതിരുന്നതിനാൽ ഇവ സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് അതിന് പേരിടുന്നിടം വരെ ഊമനായിരിക്കേണ്ടി വന്നു. ഈ ബലഹീനത ഈ കുഞ്ഞിനും ഉണ്ടായി, ഈ സംശയരോഗം. ഈ യോഹന്നാസ്നാപകൻ വളർന്ന് യേശുവിന് വഴിയൊരുക്കി, യേശുവിന് തലയിൽ കൈവച്ചു, പാപശാപം എല്ലാം അവന് തലയിലാക്കി, ലോകത്തിന്റെ പാപത്തേക്കുന്ന കുഞ്ഞാടാണെന്നുള്ള കാര്യം സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു. വേല കഴിഞ്ഞ് താൻ ജയിലിലായി കിടന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ്റെ അസുഖം മോനും വന്നു. എന്താ? സംശയരോഗം. വരാനുള്ളത് നീ തന്നെയാണോ എന്ന് ആളെ വിട്ട് ചോദിപ്പിക്കുക. സംശയരോഗം, അപ്പൻ്റെ രോഗം മോനും വന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ബലഹീനത നമ്മുടെ മക്കൾക്ക് എപ്പോഴെങ്കിലും വന്നിരിക്കും. അതുകൊണ്ട് അവരെ ഒന്നുകൂടെ ജനിപ്പിക്കാൻ മറക്കരുത്. ഒന്നാം ജനനം മാതാപിതാക്കളുടെ ശാപങ്ങളുമായി വരുന്നതാണ്. അതിന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് ആധാരമായ വാക്യമുണ്ട്. മാതാപിതാക്കളുടെ ബലഹീനതയും ശാപവും 3, 4, 5, 7 തലമുറയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിന് ബയോളജിക്കലായിട്ടുള്ള റീസൺസും പറയുന്നുണ്ട്. ബയോളജി പഠിക്കുന്നുള്ളവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. 7 തലമുറയ്ക്ക് അപ്പുറമുള്ള ബലഹീനത 7-ാം തലമുറയിൽ തലവെക്കാൻ സാധ്യതയുണ്ട്. അത് 3-ാം തലമുറയിലോ 4-ാം 5-ാമിലൊക്കെ വരാൻ ചിലപ്പോൾ തൊട്ടടുത്ത തലമുറയിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ശാപങ്ങൾ എത്രയുണ്ട്, അശുദ്ധികൾ എത്രയുണ്ടെന്ന് അറിഞ്ഞ് അതിനെല്ലാം പകരം കൊടുത്ത് മാറ്റിയിട്ട് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുക നല്ലത്. ഈ 2 കാര്യവും ഈ പുറപ്പാട് 20-ലുണ്ട്. 1000 തലമുറയ്ക്ക് വരെ പോകുന്ന അനുഗ്രഹങ്ങളുണ്ട്, 3, 4, 5, 6, 7 തലമുറ വരെ പോകുന്ന ബലഹീനതകളുമുണ്ട്. ധ്യാനത്തിൻ്റെയും പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെയും ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെ എല്ലാം പ്രയോജനം ഇതാണ്. പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നീ എനിക്ക് തരാൻ വെച്ചിരിക്കുന്ന ദാനങ്ങൾക്ക് നന്ദി. പക്ഷെ അത് ആ ദാനങ്ങൾ വിശുദ്ധമായ കരങ്ങളിൽ ഏറ്റുവാങ്ങാനും വിശുദ്ധമായ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുവാനും അത് വിശുദ്ധമായ ശരീരത്തിൽ അതിനെ വളർത്തിയെടുക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനെന്താണ് തടസ്സം? അതിനെ ഞാൻ എത്ര നാൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, എന്തെല്ലാം പകരം കൊടുക്കണം, എന്തിനെല്ലാം തിരിച്ചുവിടണം എന്നൊക്കെ ചോദിച്ച് കൃത്യസമയത്ത് സമയമാകുമ്പോൾ കർത്താവിൻ്റെ ദാനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് നല്ലത്. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും വേണം, അവർക്കുള്ളത് എനിക്കും വേണം, ഇല്ലെങ്കിൽ നാണംകേടാണല്ലോ എന്ന് പറഞ്ഞ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ദൈവം അനുഗ്രഹം കൊടുക്കാൻ സമയം വെച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിനൊരു കുഞ്ഞിനെ കിട്ടിയതുകൊണ്ടാണ് അപ്പനോട് സഹകരിക്കുന്ന ഒരു മോനെ കിട്ടിയത്. നല്ല ചെറുപ്പത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ അപ്പനോട് നിസ്സഹകരിക്കുന്ന മോൻ വന്ന് ശാപം വരുത്തി വെക്കാൻ ഇടയാകുണ്ടാവുമായിരുന്നു. അപ്പോൾ അപ്പൻ്റെ ബലഹീനതകളെ പരിഹരിക്കാൻ വേണ്ടി 3 ദിവസം നടന്നിട്ട് ഈ മോനെ ബലികഴിക്കാൻ പറഞ്ഞപ്പോൾ ആ ബലിയിൽ സഹകരിച്ച് നിന്റെ ദൈവം എൻ്റെ ദൈവം, അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം, അപ്പൻ പറഞ്ഞ വചനം ഞാനും അനുസരിക്കുന്നു, ദൈവമാണ് എന്നെ നിനക്ക് തന്നത്, എന്നെ ബലികഴിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ ബലിക്ക് സഹകരിക്കാം, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവം അല്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ കൂടെ തരാൻ കഴിയുന്ന ദൈവം ഏതെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പനോട് സഹകരിച്ചുകൊണ്ടാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ഇസ്ഹാഖ് ഉണ്ടായത്, ഇസ്ഹാഖ് യാക്കോബ് ഉണ്ടായത്. അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ് ദൈവത്തിൻ്റെ ഏജന്റന്മാരായി ഇന്നും അറിയപ്പെടുന്നതിൻ്റെ കാരണം
കൃത്യസമയത്ത് കാര്യം നടന്നതാണ്. ഇതുപോലെ മാതാപിതാക്കൾ ശുദ്ധീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ച് കൃത്യസമയത്ത് മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഒരുക്കകാലത്ത് മാറേണ്ട അശുദ്ധികൾ മാറി ശാപങ്ങൾ മാറിയതിന് ശേഷം കിട്ടുന്ന കുഞ്ഞുങ്ങൾ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരുമായിരിക്കും. ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുകയോർത്ത് നിരാശപ്പെടുകയല്ലേ വേണ്ടത്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരുന്ന ശാപം മാറ്റാതെയാണ് ഒരു കുഞ്ഞ് ജനിച്ചതെങ്കിൽ അത് ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ തലമുറയിലെ ശാപം മാറുന്നതിന് മുമ്പ് അടുത്ത തലമുറയിലേക്ക് ശാപം കടത്തിവിടുവാൻ നിങ്ങളെ കുഞ്ഞുങ്ങൾ മുഖാന്തരമായെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചിട്ട് ഒന്നാം ജന്മത്തിൻ്റെ കെടുതിയിൽ മാറുവാൻ ഒന്നുകൂടെ ജനിക്കാനുള്ള സൗകര്യം സഭയിലുണ്ട്. വചനത്താൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം ജ്വലിപ്പിച്ചാൽ ഒന്നാം ജന്മത്തിൻ്റെ കെടുതികൾ മാറ്റി രണ്ടാം ജന്മത്തിൻ്റെ അനുഭവത്തിൽ സ്വർഗത്തിലെ പിതാവിൻ്റെ എല്ലാ ഗുണമുള്ള മക്കളെ നമുക്ക് കിട്ടും എന്നുള്ള ബോധ്യത്തോടുകൂടെ പേരൻസ് ഡേയിൽ മാതാപിതാക്കൾക്ക് ദുഃഖം വരുത്തിയ എല്ലാ പാപശാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ കൂടെ പാപത്തിനും പ്രാർത്ഥന നടത്തുകയാണ് ഇത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കും. യേശുമിശിഹായ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ സമയം പരിശുദ്ധാത്മാവിലും സഭയിലും കൂടെ വിശ്വസിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവിൽ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവിലും സഭയിലും സഭയിലെ സംവിധാനങ്ങളും വിശ്വസിച്ച് ആ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹമായി ദൈവസ്നേഹത്തോടുകൂടിയ പ്രതികരണങ്ങളാണ് അനുഗ്രഹത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടുവരുന്നത്. അത് എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ബ്ലോക്കായി പോകും. തിന്മയാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയിട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പൂർവികർക്കും എന്തെല്ലാം വൈകല്യങ്ങളുണ്ടോ അതിൻ്റെ പുറയിലെ എല്ലാ തിന്മയുടെ ശക്തിക്കും പകരം കൊടുത്ത് മാറ്റിയിട്ട് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അനുസരിക്കുവാനും അംഗീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതെന്ന് യാചിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നമുക്കെല്ലാം വൈകല്യങ്ങളുള്ളവരാണ്, ക്ഷാമമുള്ളവരാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. എല്ലാവരും പാപം ചെയ്ത് ഏകദേശമില്ലാതെ. അതുകൊണ്ടാണ് ഒന്നുകൂടെ ജനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജനത്തിൻ്റെ അനുഭവം പൂർണ്ണതയിലെത്തിയിട്ട് കഴിഞ്ഞ തലമുറയുടെ ശാപം മുഴുവൻ മാറ്റിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട പുതിയ തലമുറയ്ക്ക് തുടക്കമിടാനായിട്ട് ആണ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മാതാപിതാക്കൾക്കുള്ള ധർമ്മം അതാണ്, ദൗത്യം അതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കൃത്യവിലോകം കർത്താവ് ക്ഷമ തന്നിട്ട് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമായി ഞങ്ങളെ മാറ്റിയിട്ട് അത് അടുത്ത തലമുറയിലേക്ക് വിടണമെന്ന് യാചിക്കാൻ പോവുകയാണ്. പുരോഹിതർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഒരുങ്ങി നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുത്തില്ലെങ്കിൽ അതിന് നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുക, തമ്മിൽ ക്ഷമ ചോദിക്കുക. പുതിയ അനുഗ്രഹത്തിനായി നമുക്കിപ്പോൾ ഈ ക്ഷമാപണം അനുഗ്രഹമാകട്ടെ. സഹോദരി മാതാവ് ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടി വേർതിരിക്കുന്ന ഈ ഞായറാഴ്ച മാതാപിതാക്കളുടെ സങ്കടങ്ങൾ തീർത്ത് അത് മക്കൾക്ക് അനുഗ്രഹമായി മാറുവാൻ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നതായ വചനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസം പിതാക്കന്മാർ നമുക്ക് വായിക്കുവാൻ തന്നിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അത് ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. പ്രത്യാശയ്ക്ക് നൽകുന്ന ഈ വേദഭാഗങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. യെശയ്യാ 41-ൻ്റെ 8 മുതലുള്ളതായ ഭാഗത്ത് നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ. അപ്പം നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് വ്യക്തിപരമായ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. പഴയ ഇസ്രായേലിനോടാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ പുതിയ ഇസ്രായേലായ നമ്മളോടും ഇത് ആവർത്തിച്ച് ദൈവാത്മാവ് തരികയാണ്. ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ തന്നെ. അങ്ങനെ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായ ഇസ്രായേൽക്കാർക്ക് ദൈവം അനേക വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. പാലും തേനും ഒഴുകുന്ന ദേശം അവർ വാഗ്ദത്തം ചെയ്തു. അവർ ആ വലിയ പ്രതീക്ഷയോടെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവർ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കൊടുത്തതായ മരുഭൂമി യാത്ര 2 പേര് മാത്രം പ്രയോജനപ്പെടുത്തി, ബാക്കിയുള്ളവരും മുഴുവൻ പ്രയോജനപ്പെടുത്താഞ്ഞുകൊണ്ട് അവരെ മരുഭൂമിയിൽ തകർന്നുപോയ രംഗം നമുക്കറിയാം. അപ്പം പാലും തേനും ഒഴുകുന്ന ദേശം അതവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്.
അതാ ചെങ്കടലിൽ കിടന്നുറങ്ങാൻ കിട്ടിയില്ല. അവർ യോർദാനും കൂടെ കടന്ന് 40 കൊല്ലത്തിന് ശേഷം മാത്രമാണ് 2 പേർക്ക് കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കാതെ പോയി. അതേ അനുഭവം നമുക്ക് വരാം. പുതിയ ഇസ്രായേലാകുന്ന നമുക്ക് മാമോദിസ ഏറ്റപ്പോൾ, സ്നാനമേറ്റപ്പോൾ ഇതുപോലെ ഒത്തിരി വാഗ്ദത്തങ്ങൾ തന്നതാണ്. സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിച്ചിട്ട് പർദീസായുടെ ഏദൻ തോട്ടത്തിൽ കയറി അതിലെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് അനേകരെ സമൃദ്ധിയായ ജീവനുള്ളവരാക്കുന്ന വലിയ അനുഭവമാണ് വചനമാകുന്ന പാലും വചനമാകുന്ന തേനും ആസ്വദിക്കുവാൻ പറ്റിയ വിധത്തിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതും വന്നതുമായ വചനങ്ങളെ പാലും തേനും പോലെ ആസ്വദിക്കുവാൻ അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പല പ്രാവശ്യം വായിച്ചെങ്കിലും തേനും പാലും പോലെ നമുക്കത് ഹൃദ്യമാകുന്നുണ്ടോ, പോഷകമാകുന്നുണ്ടോ? ഇസ്രായേൽക്കാർക്ക് പാലും തേനും ഒരു ദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് അവരെ ഇറക്കിയത്. പക്ഷേ അവർക്കൊരു ചെങ്കടലിൽ കടക്കാനുണ്ടായിരുന്നു. അവിടെ പുറകെ വരുന്ന ഫറവോനെയും സൈന്യത്തെ ആ ചെങ്കടലിൽ മുക്കിക്കൊല്ലണമായിരുന്നു. അങ്ങനെ ഫറവോനെയും സൈന്യത്തിൻ്റെ ശരീരങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചത്തെങ്കിലും മിസ്രൈമിൽ നിന്ന് ഇവിടെ പുറകെ വന്ന തിന്മയുടെ ശക്തികൾ പിന്നെയും ആ രൂപികൾ ഇവിടെ പുറകെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. രൂപികളും അരൂപികളും ഈ ലോകത്തിലുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ രൂപികളാണ്. രൂപമുള്ള ശരീരത്തോടെ ജീവിക്കുന്നു. നമ്മുടെ ശരീരത്തിലും തിന്മയ്ക്ക് വഴി വസിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മരിച്ച അരൂപികളായാലും പിന്നെയും ഒരു ജീവിതമുണ്ട്. അവിടെയും നമ്മളെ അനുധാവനം ചെയ്യുന്ന തിന്മയുടെ ശക്തികളുണ്ട്. ധനവാന്റെ ലാസറിന്റെ ഭൂമിയിൽ അവിടെ രൂപങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ രൂപങ്ങൾ മണ്ണിനടിയിലായി. പക്ഷേ അവരുടെ ആത്മാവും ദേഹിയും ചേർന്ന ആ മണ്ഡലം ആത്മലോകത്തിൽ ഒരു പുതിയൊരു രൂപം പ്രാപിക്കും. നമ്മുടെ ജീവൻ അല്പനേരത്തെ കാണുന്നു, പിന്നെ മറഞ്ഞു പോകുന്ന ആവിയല്ലോ എന്ന് യാക്കോബ് സ്ലീഹ പറയും. അപ്പം നമ്മുടെ ജീവൻ, ശരീരത്തിലുള്ളതായ ജീവൻ അല്പനേരത്തെ കാണുന്നു, പിന്നെ മറഞ്ഞു പോകുന്ന ആവി പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ ജീവൻ ആവി പോലെ പോയിക്കൊണ്ടിരിക്കുക. ആവിയെ ശരിക്കും കാണാനൊക്കെ ഇല്ല. സൂക്ഷിച്ചു നോക്കിയാൽ സ്വല്പം കാണാം. എങ്കിലും ആവി കാണാവുന്ന പരുവത്തിൽ രൂപം പ്രാപിക്കും. അരൂപിയായിട്ടാണ് ആവി ഉണ്ടാകുന്നത്. തിളയ്ക്കുന്ന ഒരു കലത്തിൽ നിന്ന്, ഒരു പാത്രത്തിൽ നിന്ന് ആവി പുറപ്പെടുന്നത് അമ്മച്ചിമാർ കാണാറുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോൾ ആവി കാണുന്നില്ല. ആവി മേഘമായും മഞ്ഞായും മടങ്ങി വരാൻ കഴിവുണ്ട്. മഞ്ഞോ മേഘമാകുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ രൂപം പ്രാപിക്കാൻ, മഞ്ഞിനും മേഘത്തിനൊക്കെ രൂപം പ്രാപിക്കാനും സാധിക്കും. ഐസുകട്ടയാകുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ കല്ലുപോലെ ഇരിക്കും. ഇതുപോലെ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ആവി പോലെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നെങ്കിലും അതിന് ആത്മലോകത്തിൽ ഒരു രൂപം പ്രാപിക്കാൻ കഴിയും. അതിന് ഐസുകട്ട പോലെ, കല്ലുപോലെ, കല്ലിച്ച അവസ്ഥ പോലെ ആകാൻ സാധിക്കും. വീണ്ടും ആവി പോലെ ആകാൻ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇതിനെല്ലാം ഉണ്ട്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ അനുധാവനം ചെയ്യുന്ന തിന്മയുടെ ശക്തികളുണ്ടാകാം. ഇസ്രായേൽക്കാർ 400 കൊല്ലമാണ് മിസ്രൈമിൽ കഴിഞ്ഞത്. അവരടിമപ്പണിയാണ് ചെയ്തത്. മിസ്രൈമിൽ അനേക അന്യദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലമാണ്. ആ രാജാവിന് അനേക മന്ത്രവാദികളുണ്ടായിരുന്നു. അവരെല്ലാം കോടിക്കണക്കിന് ദേവന്മാരെ ആരാധിക്കുന്നവരാണ് മന്ത്രവാദികൾ. ആ മന്ത്രവാദത്തിൻ്റെ ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ വരെ പ്രവർത്തിക്കുന്നവരായിരുന്നത്. മോശ പ്രവർത്തിച്ച എല്ലാ അത്ഭുതവും ചെയ്തില്ലെങ്കിലും ചില അത്ഭുതമെങ്കിലും മന്ത്രവാദികൾ ചെയ്യാൻ കഴിഞ്ഞു. അതിന് കുറച്ച് ശക്തിയൊക്കെ ഉണ്ട്. മന്ത്രവാദികൾക്ക് വടികളെ പാമ്പാക്കാൻ കഴിയും. മോശയുടെ ഒരു വടി പാമ്പായി. പക്ഷെ മോശയുടെ ആ വടി മറ്റു പാമ്പുകളെ മുഴുവൻ വിഴുങ്ങിയെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത. അപ്പം അങ്ങനെ മന്ത്രവാദികളുടെ മന്ത്രത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും അന്യദേവൻ്റെ ആരാധനയുടെയും അന്ധകാരം നിറഞ്ഞ സ്ഥലമായിരുന്നു മിസ്രൈം. ആ അന്ധകാരത്തിലാണ് ഈ 400 കൊല്ലം ഇവർ കഴിഞ്ഞത്. ആ അന്ധകാര ശക്തികളാൽ നയിക്കപ്പെട്ടതായ ഫറവോന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടേയിരുന്നു. കഠിനമാകുന്ന ഹൃദയങ്ങളുടെ എല്ലാം പുറകിൽ അന്ധകാര ശക്തികളുണ്ട്. ആ അന്ധകാര ശക്തികളെ സ്വല്പ സമയത്തേക്കൊന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഈ
ആ മിസ്രൈമിലുള്ളവരുടെ ആദ്യജാതന്മാരെ സംവദിച്ച വേദനയുടെ സമയത്ത് ഇവരെ ഇറക്കി വിട്ടു. അങ്ങനെ ആദ്യജാതന്മാരെ കുഴിച്ചു മൂടുന്നതായ ആ സമയത്തിൻ്റെ വിടവിൽ ഈ 6 ലക്ഷം പേർക്ക് അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ടായി. പക്ഷെ അവിടെ ഹൃദയം വീണ്ടും കഠിനമാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആ കഠിനമായ അവരുടെ ഹൃദയം ഇവരെ വീണ്ടും അനുധാവനം ചെയ്ത് അവരെ പുറകോട്ട് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വിഫല ശ്രമം നടത്തിയതായിട്ട് നമുക്കറിയാം. അവരെ വെള്ളം കുടിപ്പിച്ച് കൊല്ലാനാണ് ചെങ്കടലിൽ കൂടെ കൊണ്ടുപോയെന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അങ്ങനെ ഫറവോനും സൈന്യം വെള്ളം കുടിച്ച് അത്തെങ്കിലും പ്രശ്നം തീർന്നിട്ടില്ല. ഇവരുടെ അരൂപികൾ പുറകെ വരുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ശത്രുക്കളെ കൊന്നതുകൊണ്ടോ അവർ ചത്തതുകൊണ്ടോ പ്രശ്നം തീരുകയില്ല കേട്ടോ. അവിടെ അരൂപികൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കഴിവുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. പലരുടെയും വിചാരം അമ്മായിയമ്മ ചത്ത് കിട്ടിയാൽ പിന്നെ മരുമകൾക്ക് പിന്നെ സുഖമാണെന്ന വിചാരം. എന്താ, മരുമകളൊന്ന് ചത്ത് കിട്ടിയാൽ അമ്മായിമ്മ വിചാരിക്കും എനിക്ക് സ്വസ്ഥമായിരിക്കും. ചത്താലൊന്നും കാര്യം തീരുകയല്ല കേട്ടോ, പിന്നെയും പ്രശ്നമുണ്ട്, അതറിഞ്ഞിരിക്കും. അപ്പം പലരുടെയും വിചാരം ഈ ശരീരം ഒന്ന് പോയി കിട്ടിയാൽ, ശത്രുക്കളെ മാറ്റി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അവർ പറ്റുകയില്ല. ഈ അരൂപിയെ ഇല്ലാതാക്കാനൊക്കെ ഇല്ല. ശരീരത്തെ മാത്രമേ കൊല്ലാനൊക്കെ ഉള്ളൂ, ദേഹിയോ ആത്മാവിനെയോ കൊല്ലാനൊക്കെ ഇല്ല, അതറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇസ്രായേൽക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ ശക്തികൾ ആ ഫറവോനും സൈന്യവും വെള്ളം കുടിച്ച് അത്തെങ്കിലും അവിടെ അരൂപികളുടെ പുറകെ അവരക്കരയുന്ന അവരും പുറകെ ഉണ്ട്. അവരുടെ സാന്നിധ്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഈ മിരിയാൻ തപ്പെടുത്ത് പാടി സന്തോഷിച്ചെങ്കിലും ശകലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വെള്ളമില്ലാത്ത വരണ്ട സ്ഥലത്തായിരുന്നു. വരണ്ട സ്ഥലത്തേക്ക് അവനെ പോകുന്നത്. അപ്പോൾ നമ്മളെ അനുധാവനം ചെയ്യുന്ന തിന്മയുടെ ശക്തികളെ വരട്ടാൻ സാധിക്കും. വരൾച്ച ഉണ്ടാകാൻ, മടുപ്പുണ്ടാകാൻ സാധിക്കും. ചുമ്മാ അവർ കൂടെ ഒന്നാ മതിയത്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മടുപ്പാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മടുപ്പ് തോന്നുന്നെങ്കിൽ വിചാരിച്ചോണം, അരൂപികൾ, അന്ധകാരത്തിൻ്റെ അരൂപികൾ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ മിസ്രൈമിലെ രാജാവിനെയും സൈന്യത്തെയും അതുവരെ നയിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ ശക്തികൾ ഇവരുടെ ശരീരം വെള്ളം കുടിച്ച് വെള്ളത്തിൽ കിടക്കുമ്പോൾ വലിയ വൈരാഗ്യത്തോടെ ഈ 6 ലക്ഷം കുടുംബങ്ങളുടെ പുറകെ ഉണ്ട്. അവർക്ക് അന്നത്തെ വരണ്ട സ്ഥലത്തൂടെയാണ് പോകുന്നത്. 3 ദിവസത്തേക്ക് അവർക്ക് വെള്ളം കുടിക്കാനതില്ല. അത് കഴിഞ്ഞ് ശകലം വെള്ളം കിട്ടിയപ്പോൾ അത് കയ്പുള്ള പോകാം. ഇങ്ങനെ കയ്പിൻ്റെ അനുഭവങ്ങളുടെ പുറകിലും തിന്മയുടെ ശക്തികളുണ്ട്. നമ്മുടെ ആലോചനകളാകുന്ന വെള്ളത്തെ കയ്പുള്ളതാക്കുന്നത് തിന്മയുടെ ശക്തികളാണ്. നമ്മുടെ ഹൃദയത്തിലെ ആലോചനകൾ ആഴമുള്ള വെള്ളമാണ്. ആ വെള്ളത്തെ കയ്പുള്ളതാക്കാൻ പിശാചിന് കഴിയും. നമ്മുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയുടെയും പിറുപിറുപ്പിൻ്റെയും പരിഭവത്തിൻ്റെയും പരാതികളുടെയും ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അരൂപികളായ തിന്മയുടെ ശക്തികൾ വെള്ളത്തിൽ കയറിയിട്ടുണ്ട്, ഹൃദയത്തിൽ കയറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളാണ്. നമ്മളെ മടുപ്പിക്കുന്ന, കയ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് തരാൻ സാധിക്കും. മക്കളുടെ ദുസ്വഭാവങ്ങൾ, ബലഹീനതകൾ, പരാജയങ്ങൾ നമ്മളെ ആണിപ്പിക്കാം, വിഷമിപ്പിക്കാം, മടുപ്പിക്കാം, വെറുപ്പിക്കാം, ഇതൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സഭാ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നമുക്ക് വരൾച്ചയും മടുപ്പും ഉണ്ടാക്കുന്ന തിന്മയുടെ ശക്തിയുടെ സാന്നിധ്യം വരുമ്പോൾ ആരും നിരാശപ്പെടരുത്. പ്രാർത്ഥനയിൽ കൂടെ നമുക്കതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം കയ്പിനെ മധുരമാക്കാൻ കഴിവുള്ളയാളാണ്. അങ്ങനെയാണ് ഈ 6 ലക്ഷം കുടുംബങ്ങൾക്ക് വിറുവിറുപ്പാണ്ടായത്. എന്തിനാ ഞങ്ങളെ ചെങ്കടലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാലെവിടെ, തേനെവിടെ എന്ന് അവർ ചോദിക്കുന്നത്. പറഞ്ഞുകൊണ്ട് പോകുന്നത് പാലും തേനും ഇടുന്നത് തന്നെ. പാലും ഇല്ല, തേനും ഇല്ല, വെള്ളവും ഇല്ല, എന്നാ പരിപാടിയായി. അപ്പോൾ അവിശ്വാസം വരിക. മോശ പരിചയപ്പെടുത്തിയ ദൈവത്തിലൊക്കെയുള്ള അവിശ്വാസം വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പാലും തേനും ഉടനെയൊന്നും കിട്ടും. തിന്മയുടെ അവകാശം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പാലും തേനും കിട്ടാത്തതിൻ്റെ കാര്യം എന്നാ? തിന്മയുടെ അവകാശം തീർന്നു കഴിഞ്ഞാൽ നന്മ വരൂ. നന്മയാണ് നമുക്ക് പാലും തേനും തൈരും ഒക്കെ തരുന്നത്. ആർക്കെങ്കിലും അതില്ലെങ്കിൽ തിന്മയുടെ അവകാശം തീർന്നില്ലെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം മോശ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഞാൻ എന്നെക്കൊണ്ട് മേലാന്ന് പറഞ്ഞ പരിപാടിയായത്. ഞാനത് ചെങ്കടലിൽ കാണുന്ന ഇവിടെ വന്നിട്ട് ഇവർക്ക് വെള്ളമില്ലല്ലോ. എന്തിനായി വെള്ളമില്ലാത്തതിലേ ഞങ്ങളെ കൊണ്ടുവന്നത്? പാലും കൊടുക്കാം, തേനും കൊടുക്കാമെന്ന് വെച്ചിട്ട് പാലും ഇല്ല, തേനും ഇല്ല, വെള്ളവും ഇല്ല. ഇതെന്തൊരു ചതിവാണ്. അപ്പോൾ ജനങ്ങൾ ഇതിനൊക്കെയാണ് പറയുന്നത്. അത് അതേ വിവരത്തിൽ സ്തോത്രത്തോടെ പിതാവിനെ അറിയിച്ചു. പിതാവേ, ഞങ്ങൾക്ക് പാലുമില്ല, തേനുമില്ല, വെള്ളവുമില്ല.
സ്വസ്ഥതയില്ല, കയ്പാണ്. അപ്പോൾ ഈ വിവരങ്ങൾ പ്രാർത്ഥിക്കാൻ മോശയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർക്ക് പിറുപിറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതും പ്രാർത്ഥനാ വിഷയമാക്കണമെന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുക. പ്രാർത്ഥിക്കാൻ മറക്കരുത്, വിവരം അറിയിക്കുക. ദൈവത്തിനാണ് എല്ലാം അറിയാമെങ്കിലും നമ്മൾ അങ്ങോട്ട് അറിയിച്ചെങ്കിലേ മറുപടി ഇങ്ങോട്ട് പറയുള്ളൂ. ദൈവത്തിനാണ് മറുപടി പറയാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ ചോദിച്ചാലല്ലേ മറുപടി പറയാനൊക്കെ ഉള്ളൂ. ചോദിച്ചാലേ ഏതിന് മറുപടിയാണെന്ന് തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന ഏതിന് മറുപടിയാണെന്ന് അറിയാനൊക്കെ പോകും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വിവരങ്ങൾ സ്വതന്ത്രത്തോടെ അറിയിച്ചാൽ ഉടനെ മറുപടി, നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു, ഇന്ന പോലെ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ മോശ ഈ 6 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കമ്പ് കാണിച്ചു കൊടുത്തു, ഒരു മരം കാണിച്ചു കൊടുത്തു. ആ മരത്തിൻ്റെ കമ്പ് കൊണ്ട് വെള്ളത്തിയിട്ടാൽ മധുരമാവും. മാറായെ മധുരമാക്കുന്ന കമ്പ്, അത് യേശുവിൻ്റെ മുൻകുറിയാണെന്നാണ് പറയും. ജീവവൃക്ഷമായ യേശുവിൻ്റെ മുൻകുറിയായിരുന്നു ആ കമ്പ്. അപ്പോൾ ഏത് കയ്പിൻ്റെ അനുഭവം വന്നാലും ഏത് വരൾച്ച വന്നാലും പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. പ്രാർത്ഥനയാൽ അപേക്ഷയാൽ സ്തോത്രത്തോടെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തരാവുന്നതാണ് ഫിലിപ്പിയർ 4:4-9 വരെ പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളത്, അസ്വസ്ഥമാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. അസ്വസ്ഥതയിൽ നിന്നാണ് പാപങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അതും പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഹൃദയം കലങ്ങരുത് എന്ന് യോഹന്നാൻ 14:1 വാക്യത്തിൽ, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം എന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവിലും വിശ്വസിക്കണം, സഭയിലും വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ വിശ്വാസം ജ്വലിപ്പിക്കുവാനുള്ള അവസരമാണ് അസ്വസ്ഥതകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ. അല്ലാതെ അന്നേരം പിറുപിറുക്കാനുള്ള സമയമല്ല, കലങ്ങാനല്ല, ഉറയ്ക്കാനുള്ള സമയമാണ്. കലങ്ങിയ സമയത്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കലക്കുന്നത് പിശാചാണ്, ശാന്തമാക്കുന്നത് ദൈവാത്മാവുമാണ്. അപ്പോൾ ഈ മോശ ഈ ആദ്യത്തെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ച് ചെങ്കടലിൽ കടന്ന് വരൾച്ചയും കയ്പും വന്നപ്പോൾ ഉടനെ തന്നെ പ്രാർത്ഥിച്ച്, പിതാവേ, ഇവരെല്ലാം കടന്ന് വിഷമിക്കുന്നു. അത് ദൈവം കയ്പിനെ മധുരമാക്കാൻ കഴിവുള്ളവനാണെന്ന് തെളിയിക്കാനുള്ളൊരു അവസരമായിരുന്നത്. മോശ ആ കമ്പ് കണ്ടെത്തി, അത് വെള്ളത്തിൽ കൊണ്ടിട്ടപ്പോൾ മധുരമായി. എല്ലാവർക്കും ഈ 12 ഗോത്രങ്ങളും കുടിക്കാൻ പ്രത്യേക നീരുറവുകൾ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം മാറായെ മധുരമാക്കി ഇവർക്കെല്ലാം കുടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പേർ കുടിക്കണ വെള്ളം എന്തുമാത്രം വേണം. ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേകം പോയി കുടിക്കാൻ തക്കണം പ്രത്യേകം ഉറവയുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇതുപോലെ മരുഭൂമിയിൽ ഉറവ കരുതിയിരിക്കുന്നവനാണ് അതിലേ നമ്മളെ നടത്തുന്നത്. പക്ഷെ വരൾച്ച കഴിഞ്ഞ ഉറവ് കണ്ടെത്തുള്ളൂ. അതറിയിക്കണം. അതുകൊണ്ട് വരൾച്ച കണ്ടാൽ ഉടനെ വിചാരിച്ചിന് ഉറവ അങ്ങേപ്പറേ ഉണ്ട്, കയ്പ് കണ്ടാൽ ഉടനെ വിചാരിച്ചിന് മധുരം അങ്ങേപ്പറേ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാൻ മറക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പം മക്കൾ ഉണ്ടാക്കുന്ന കയ്പുകൾ, വരൾച്ചകൾ, വ്യാകുലങ്ങൾ, സങ്കടങ്ങൾ പ്രാർത്ഥനാ വിഷയമാക്കാമെങ്കിൽ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന മധുരവും വെള്ളമൊക്കെ ദൈവം നമുക്ക് കാണിച്ചു തരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മോശയ്ക്ക് പ്രാർത്ഥിച്ച് മാറായ മധുരമാക്കാൻ കഴിഞ്ഞു. അവർക്ക് വിശ്വാസം വർദ്ധിച്ചു, വലിയ സന്തോഷത്തോടെ പോയി. പിന്നെ ഇത് ആവർത്തിക്കുന്നുണ്ട്, വരൾച്ച. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ പുറകെ വരുന്ന തിന്മയെല്ലാം കൂടെ ഒന്നിച്ചു മാറ്റാനൊക്കെയില്ല, കുറേശ്ശെ മാറ്റാനൊക്കെ ഉള്ളൂ. അങ്ങനെയൊരു തത്വമുണ്ട്. ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പിശാചുകൾ കൂടുന്നതാണ് ഈ തിന്മയുടെ ശക്തികൾ. എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് മാറ്റാൻ കർത്താവിന് കഴിവുണ്ട്, അതിനെ ഇല്ലാതാക്കാനൊക്കെയില്ല, മാറ്റാനേ ഒക്കെ ഉള്ളൂ. അതറിഞ്ഞിരിക്കണം. പാപവും ശാപവും രോഗവും ഒക്കെ ഇപ്പോൾ ഇല്ലാതാക്കുന്ന പരിപാടിയില്ല, അങ്ങോട്ടും ചിലപ്പോൾ മാറ്റുന്ന പരിപാടിയേ ഉള്ളൂ. ഇല്ലാതാക്കുന്ന വേറൊരു പദ്ധതിയാണ്, അത് അവസാനമേ ഉള്ളൂ. അപ്പം പാപവും ശാപവും രോഗവും ഒക്കെ ഇല്ലാതാക്കിയിട്ടില്ല, ഇപ്പോഴും ഇല്ലാതാകുന്നില്ല, അങ്ങോട്ടും ചിലപ്പോൾ മാറുന്നേ ഉള്ളൂ. അല്ല പിന്നെ ആശുപത്രിക്കാർ ഒഴിഞ്ഞു പോകും. രോഗമെല്ലാം അങ്ങ് തീർന്നാൽ ഡോക്ടർമാരും നേഴ്സുമാരും തൊഴിലില്ലാതെയാവും. അതുകൊണ്ട് അവിടെ അഡ്മിഷനും ഉണ്ട്, ഡിസ്ചാർജും ഉണ്ട്. രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നു. ഒരിടത്ത് അഡ്മിഷൻ നടക്കുന്നു, ഒരിടത്ത് ഡിസ്ചാർജ് നടക്കുന്നു. ഇത് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണ് ആശുപത്രിയൊക്കെ നിലനിൽക്കുന്നത്. എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നാലും രോഗത്തിനും രോഗികൾക്കും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാപവും ശാപവും രോഗവും ഇല്ലാതാകുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നേ ഉള്ളൂ, മാറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇതൊക്കെ മാറ്റാനും മാറാനും ഒക്കെ. എല്ലാം കൂടെ ഒന്നിച്ച് തൂത്തുകൂടി ഓർത്തോട്ടങ്ങ് മാറ്റി അതെല്ലാം കൂടെ വേറെ വഴി കൂടെ ഓടിഞ്ഞു വരും. പയ്യാണെങ്കിൽ ഒരു സ്വസ്ഥതയുണ്ട് രാത്രി സഹിക്കാൻ, പയ്യെ ഇത് പറ്റുള്ളൂ, അതിന് സമയം വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ പ്രശ്നം അനാക്യ മല്ലന്മാരാണ് അവിടെ. ഇതെന്തിൻ്റെ ചതിവ? അവർ 6 ലക്ഷം പേരെ ഈ 40 കൊല്ലം എടുത്ത് അവിടെ ഉണ്ടായിരുന്ന അരൂപികളെല്ലാം കൈകാര്യം ചെയ്യാൻ ഒത്തിരി തിന്മയുടെ ശക്തികൾ അവരിൽ കയറി അവരോരോ ബലഹീനതയിൽ ആണ്ട് വീണുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ വെറുപുറത്ത് അവിശ്വാസികളായ എല്ലാം ചത്തു വീണു. ഒരു യോശുവായും കാലവും മാത്രം അക്കരെ പറ്റിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടിയാണ് ഇവർക്ക് 2ാം തലമുറക്കാർക്ക് അവകാശം വിധിച്ചു കൊടുക്കുന്നത്. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച തന്നെ അനാക്യ മല്ലന്മാർ, വലിയ ഗോലിയാത്തിനെ പോലെയുള്ള മല്ലന്മാരാണ് താമസിക്കുന്നത്. ഇവരെ എങ്ങനെ തോപ്പി കണ്ടാൽ മല പോലെ ഉയർന്നവർ, വലിയ ഉപദ്രവം. പക്ഷെ അവരെ കണ്ട് പേടിക്കണ്ടെന്നാണ് അവർ പറഞ്ഞത്. പേടിക്കണ്ട, അവരെയും കർത്താവ് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവകാശം തരും. അപ്പം ദൈവം തന്ന പാലും തേനും ഉദ്ദേശിച്ച വില എന്നാന്ന് അറിയണമെങ്കിൽ ഇവരെ മാറ്റി കാണിച്ചാലേ വില മനസ്സിലാവുള്ളൂ. ഇത്രയും വലിയ ശക്തിയുള്ളവരെ മാറ്റിയിട്ടാണ് നിനക്ക് തന്നെന്ന് പറയുമ്പോൾ ആ ശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കാനിടയാവും. എത്രാം വാക്യമാണ് നിങ്ങൾ കണ്ടോ? നിങ്ങൾ അവരെ കണ്ട് പേടിക്കരുത്. എത്രാം വാക്യമാണ്? ആവർത്തനം 7-ന്റെ എത്രാം വാക്യമാണെന്ന് നോക്കി. നിങ്ങൾ അവരെ കണ്ട് പേടിക്കരുത്, അവരെ കുറേശ്ശെയായി മാറ്റും. പെട്ടെന്ന് അവരെ മാറ്റിയാൽ അവരെല്ലാം കൂടെ പോയി വേറെ കാട്ടുമൃഗങ്ങൾ കയറി തിരിച്ചു വരുമെന്ന് പറയും. എത്രാം വാക്യത്തിലത് എത്രയാ? അപ്പോൾ ആവർത്തനം 7-ന്റെ 21, 22, 24 വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവരെ കണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. കർത്താവ് അവരെ കുറേശ്ശെയായിട്ടും തള്ളി മാറ്റി അങ്ങ് സൗന്ദര്യത്തെ കൊണ്ട് ചാടിക്കും. അപ്പോൾ പിന്നെ തിരിച്ചു വരികയില്ല. പെട്ടെന്ന് മാറ്റിയാൽ ഈ മാറ്റുന്നവരെല്ലാം കൂടെ യൂണിയൻ കൂടി അടുത്തുള്ള കാട്ടുമൃഗങ്ങൾ കയറി തിരിച്ചിട്ട് വരും. നമ്മളുടെ അനുദിന ജീവിതത്തിലും കാട്ടുമൃഗങ്ങളെ, ഈ വലിയ അനാക്യ മലന്മാരെ പോലുള്ള ഭൂതങ്ങളെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. സ്വപ്നത്തിൽ ചിലപ്പോൾ കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ മല പോലെയുള്ള കറുത്ത ഭൂതം എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപവസിക്കുന്ന കാലത്ത് 9 മാസം വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിംഹത്തെ പോലുള്ള പിശാചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ മല പോലെയുള്ള കറുത്ത വികൃത രൂപങ്ങൾ ആക്രമിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രാർത്ഥനയിലൂടെ തന്നെ മാറ്റുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അനേകർക്ക് ദൈവസന്നിധിയിലേക്ക് വരാനും പാലവിള മിഷൻ സെൻ്റർ ഉണ്ടാകാനും 352 പേര് സ്നാനമേറ്റ് മന്ത്രവാദവും കുടിയും വലിയും എല്ലാം വിട്ട് മാനസാന്തരയുടെ സഭയിൽ വരാനുണ്ട്. ഈ അനുഭവത്തിന് ശേഷമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളെ ഉപദ്രവിക്കുന്ന പിശാചിൻ്റെ വലിപ്പം ഒന്ന് കണ്ടതിന് ശേഷം അത് മാറിയാൽ നമുക്ക് ദൈവം നമ്മളെ സഹായിച്ചതിൻ്റെ വലിപ്പം എന്നാണെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ എങ്ങനെയായാലും നമുക്കെതിരായി നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ ദൈവം കാണിച്ചു തരും. കാണുക മാത്രം ചെയ്യുമെന്നൊരു വചനമുണ്ട്. കാണിക്കുകയേ ഉള്ളൂ, ഉപദ്രവിക്കുകയൊന്നുമില്ല. അങ്ങനെ 91-ാം സങ്കീർത്തനത്തിൽ 121-ാം സങ്കീർത്തനമൊക്കെ പറയുന്നത് ശത്രുവിനെ നിങ്ങൾ കാണുകയുള്ളൂ, എന്നിട്ട് അവനെ അങ്ങ് മാറ്റി തരുമെന്നാണ് പറഞ്ഞത്. കാണുക മാത്രം ചെയ്യും, കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല. അവനെ കർത്താവ് മാറ്റിത്തരും. പക്ഷേ എത്ര വലിയ പിശാചിനെ മാറ്റിയെന്ന് അറിയിക്കാമെന്ന് കാണിക്കും. കണ്ടോളാൻ പറയും, ഇവനെ ഞാൻ മാറ്റിത്തരാമെന്ന് പറയും. അങ്ങനെ ശത്രുവിനെ, തിന്മയുടെ ശക്തികളെ കാണുക മാത്രം ചെയ്യുക, കണ്ടാൽ പേടിക്കാതെ അതിനെ കർത്താവ് മാറ്റുന്നത് കാണുക. ആ വല്ലഭനായ നല്ലവനായ ദൈവം വലിയവനാണെന്ന് പറഞ്ഞ് അവനെ സ്തുതിച്ച് ആരാധിക്കുവാൻ ഇതെല്ലാം നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കർത്താവ് ഈ 6 ലക്ഷം കുടുംബങ്ങളെ ഒരു 10, 11, 12 ദിവസം കൊണ്ട് വേണേൽ അവർക്ക് പോകാമായിരുന്നു. 11 ദിവസം മതിയായിരുന്നു. ഒറ്റ നോക്കാൻ പോയാൽ 11 ദിവസം എടുത്തുള്ളൂ. അതുപോലെ ആ വഴിയെ വേണവർക്കും പോകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പോയില്ല? ഈ തിന്മയുടെ ശക്തിയിൽ അവർ തോൽപ്പിക്കുന്നില്ല. പിറുപിറുത്ത് പ്രാർത്ഥിക്കുന്നതിന് പകരം പിറുപിറുക്കുക. അപ്പോൾ പിറുപിറുക്കുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നമുക്ക് വളരെ വേഗം പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലാം. പാലും തേനും ഒഴുകുന്ന ദേശം തൊട്ടടുത്തുണ്ട്. ഏതാനും ദിവസം കൊണ്ട് വേണം നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ്. കഴിഞ്ഞ ഒരു ബുധനാഴ്ച ഇവിടെ വന്ന് നമുക്ക് സന്ദേശം തന്ന ഒരു ആന്റണിയച്ചൻ പറഞ്ഞു തന്നെ 12 ദിവസം നിങ്ങൾ പരിശുദ്ധാത്മാവിന് അറിവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി, പാലും തേനും നിങ്ങൾ കയറാമെന്നാണ് പറഞ്ഞത്. 11 ദിവസം കാത്തിരിക്കുക, 12-ാം ദിവസം കൊണ്ട് കയറാമെന്നാണ് പറഞ്ഞത്. നോക്കിയോ 12 ദിവസം ആയപ്പോൾ. അപ്പോൾ നമ്മൾ 10, 11, 12 ദിവസത്തെ ജാഗരണം കൊണ്ട് നമുക്ക് ആത്മാവിൽ നിറയാൻ സാധിക്കുന്ന പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരച്ഛൻ വന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക, നിങ്ങൾ സമയം എടുക്കുക. അപ്പോൾ പാലും തേനും ഒഴുകുന്ന പറുദീസായുടെ അനുഭവങ്ങൾ തൊട്ടടുത്തുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മളെ മടുപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന തിന്മയുടെ ശക്തിയെ കുറേശ്ശെയായി മാറ്റുവാൻ എല്ലാം സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.
അങ്ങനെ ഇസ്രായേൽക്കാരിൽ രണ്ടുപേർ അങ്ങ് ചേർന്നു. അവർ കുറേശ്ശെ ഇതിനെ മാറ്റി അവർക്ക് പ്രാർത്ഥനയുടെ ഫലമായി വാഗ്ദത്ത ദേശം അവകാശമാക്കാൻ സാധിച്ചു എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പുതിയ ഇസ്രായേലിലും പഴയ ഇസ്രായേലിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണിത്. യെശയ്യാ 41:8 നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും നിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുടെ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ കർത്താവിൻ്റെ നീതിയുടെ വലങ്കൈ കൊണ്ട് നമ്മളെ താങ്ങി നമ്മുടെ വലങ്കൈയിൽ പിടിച്ച് കൊണ്ടു നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ മഹത്വത്തിലേക്ക് ആനയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടേതാകാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ ബലഹീനതകളും അമിതമായ ദൈവത്തിൻ്റെ ബലം ലഭിക്കാൻ വേണ്ടിയാണ്, കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തെല്ലാമാണ്? കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചിട്ട് നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കാൻ കാണുകയില്ല, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ തീരെ ഇല്ലാതെ പോകും, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്നെ വലങ്കൈക്ക് പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്യുന്നു. 14-ാം വാക്യം വരുമ്പോൾ ഈ യാക്കോബിനെ പുഴു എന്നാണ് വിളിക്കുന്നത്. അതെന്നാ കാര്യം? ഒരു മനുഷ്യനെ പുഴു തന്നെ വിളിക്കാൻ കാര്യം. അപ്പോൾ ഈ പുഴുവായ യാക്കോബേ എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പഴയ ഇസ്രായേലിനെ പുഴു എന്ന് വിളിച്ചെങ്കിൽ പുതിയ ഇസ്രായേലും പുഴുവായിരിക്കുന്ന ഒരു കാലമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള പുഴു, ചിത്രശലഭമായി മാറുന്ന പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൽബറി ചെടിയിൽ വളരുന്ന പുഴുക്കൾ മൽബറി ചെടിയുടെ ഇലയൊക്കെ തിന്ന് കുറേ കഴിയുമ്പോൾ കൊക്കൂണായിട്ട് മാറും, സമാധിയാകും. അതിനുശേഷം അതൊരു ചിത്രശലഭമായി വെളിയിൽ വന്ന് പറന്നങ്ങ് നടക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് പുഴുവായിരിക്കുന്ന ഒരു കാലമുണ്ട്. നമ്മളിപ്പോൾ പുഴുക്കളെ പോലെ എഴയുന്നവരാണെങ്കിലും എഴഞ്ഞും വലിഞ്ഞുമൊക്കെയാണ് വന്നിരുന്നത്. നിങ്ങൾ വല്ലതും വന്നേന്നല്ലേ? ആണോ? പല പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതയും പല തടസ്സങ്ങളുമുണ്ട്. ഇഴഞ്ഞും വലിഞ്ഞും നമ്മളിവിടെ കയറി വന്നിരിക്കുക. അപ്പോൾ നമ്മളെ വിളിക്കുക, പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ ചിത്രശലഭമാക്കാമെന്ന്. എന്താ, പേടിക്കണ്ട. ഈ പുഴുവായതിന് ശേഷം പറക്കുമ്പോൾ അതിൻ്റെ രസം മനസ്സിലാകുന്നത്. പുഴുവായിട്ട് എഴഞ്ഞു നടന്ന ആ പുഴു എത്ര സന്തോഷത്തോടെയാണ് പറന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുഴുവേന്ന് വിളിക്കുന്നൊരു കാലമുണ്ട്. അപ്പോൾ ആരും നിരാശപ്പെടണ്ട. പുഴുവായ യാക്കോബാണ് ആരായിട്ട് മാറാൻ പോകുന്നത്. ഈ രണ്ട് വാക്യങ്ങളിൽ ഈ പുഴുവിന് എന്തെല്ലാം ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ ജനമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ എഴഞ്ഞും വലിഞ്ഞും നടക്കുന്നവർ വിചാരിച്ചു എന്നും ഈ അഴിച്ചിലൊന്നും അല്ല, കുറച്ച് കഴിഞ്ഞാലേ സഹായം വരുന്നു. സഹായം തൊട്ടടുത്തുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധം തന്നെയാണ്. വീണ്ടെടുപ്പുകാരൻ്റെ വില അറിയാൻ വേണ്ടിയാണ് ഈ എഴച്ചിലും വിഷമമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. 15-ാം വാക്യം, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലുള്ളതുമായ മെതിവണ്ടിയാക്കി തീർക്കും. മെതിവണ്ടി കാണണമെങ്കിലേ ബുൾഡോസർ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? JCB. അപ്പോൾ JCBയും ബുൾഡോസറും പോലെ നമ്മളെ ആക്കിയിട്ട് ഏത് മലയും മറിക്കാൻ, എവിടെയും കുഴിച്ചു മറിക്കാൻ, എവിടെയും കയറി പോകാൻ വഴിയില്ലാത്തത് വഴിയുണ്ടാക്കാൻ കഴിവുള്ള ഒരു യന്ത്രം പോലെ നമ്മളെ ആക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ശക്തിയുള്ള മെതിവണ്ടിയാക്കിയിട്ട് ജാതികളെ മെതിച്ച് അവർ അപഹരിച്ച പ്രാണനെ തിരികെ തരും. അപ്പം മെതിവണ്ടി ആയതിൻ്റെ ശേഷമാണ് നമ്മുടെ നഷ്ടപ്പെട്ട പ്രാണനെ ജാതികളിൽ തിരിച്ച് 100% പ്രാണനാകണമെങ്കിൽ നമ്മൾ മെതിവണ്ടി ആകണം. ജാതികളെ മെതിച്ച് പ്രാണക്കാ തിരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പ്രാണനെ അപഹരിച്ചിരിക്കുന്ന ജാതികളെ മെതിവണ്ടി കയറ്റി മെതിച്ചെങ്കിൽ മാത്രമേ പ്രാണനെ തിരികെ കിട്ടുള്ളൂ. അതിനെ കർത്താവിന് കൊണ്ട് കൊടുത്ത് കർത്താവ് നമ്മുടെ പ്രാണക്കുട്ടികളുടെ ഉള്ളിലിട്ട് വളർത്തിയിട്ട് കർത്താവിന് മാറിലേക്ക് മാറ്റും. അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ
ദേഹവും ദേഹി ആത്മാവും ചേർന്ന വ്യക്തിത്വത്തിൽ നമ്മുടെ ആത്മാവ് ഒരു അപ്പനാണ്, നമ്മുടെ ശരീരം ഒരു അമ്മയാണ്. അപ്പനും അമ്മയും കൂടെ ചേർന്നുണ്ടാകുന്ന പ്രാണക്കുട്ടിയാണ് യേശുവിനെ മണവാട്ടിയാകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പേരൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിൽ മാതാപിതാക്കളുണ്ട്. മനസ്സിലായോ? എല്ലാ വ്യക്തിത്വത്തിലും ഒരു കുടുംബമുണ്ട്. ദൈവം ഒരു കുടുംബമാണ്. ഗോഡ് ഈസ് എ ഫാമിലി, മാൻ ഓൾസോ ഈസ് എ ഫാമിലി. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. സ്വർഗത്തിലെ കുടുംബത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. പിതാവ്, പുത്രൻ, അമ്മയുടെ സ്വഭാവമുള്ള പരിശുദ്ധ റൂഹ. അപ്പോൾ സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ഒരു മോനുണ്ട്, ഒരപ്പനുമുണ്ട്, പക്ഷെ മോളില്ല. ഒരു മകളില്ലാത്ത കുടുംബമാണ് സ്വർഗത്തിലെ കുടുംബം. നമ്മുടെ ഒരു മകൾ മാത്രമുള്ളതാണ് നമ്മുടെ കുടുംബം. അപ്പനുമുണ്ട്, അമ്മയുണ്ട്, മകളുമുണ്ട്. പ്രത്യേകത മനസ്സിലായോ? അപ്പൻ നമ്മുടെ ആത്മാവ്, ശരീരം അമ്മ. അപ്പനും അമ്മയും കൂടെ ചേർന്നുണ്ടാകുന്ന മോളുടെ പേരാണ് പ്രാണക്കുട്ടി. മനസ്സിലായോ? ഈ സങ്കേതഭവനത്തിൽ വരുന്നവർ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രാണക്കുട്ടി. അപ്പോൾ പ്രാണക്കുട്ടിയുടെ അപ്പനും അമ്മയും ആരാ? പ്രാണക്കുട്ടിയുടെ അപ്പൻ നമ്മുടെ ആത്മാവ്, അമ്മ ശരീരം. അപ്പനും അമ്മയും കൂടെ ചേർന്നുണ്ടാകുന്ന കുട്ടിയുടെ പേരാണ് പ്രാണക്കുട്ടി. പ്രാണക്കുട്ടി ഒരു കന്യകയുമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കന്യകയാണ് സ്വർഗത്തിലെ മരുമകളായിട്ട് പോകേണ്ടത്. സ്വർഗത്തിലൊരു ആമോനേ ഉള്ളൂ, ഇവിടെ ഒരു പെമ്മോനും. അങ്ങനത്തെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രസമായിരിക്കും, ഇരട്ടി മധുരം. അങ്ങനത്തെ കുടുംബങ്ങളൊന്നും കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? ഒരു മകൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് ഒരു മകൻ മാത്രമുള്ള വീട്ടിലെ കല്യാണാലോചന രസമായിരിക്കും അല്ലേ? രണ്ടിടത്തും വിടവുകളുണ്ട്. ഒരിടത്ത് ഒരു മകളില്ലാത്ത വിഷമം, മറ്റേടത്ത് മകനില്ലാത്ത വിഷമം. അവർ രണ്ടും കല്യാണം കഴിച്ചാലുള്ള ഗുണം എന്നാ? അവർ മരുമക്കളെന്നല്ല, അതിനേക്കാളധികം സ്വന്തം മക്കളെ പോലെ ശോഭിക്കും. ആ ബന്ധം മധുരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ഒരു മകൻ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. നമുക്ക് മകൾ മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലെ കുടുംബത്തിലെ നമ്മളുടെ കന്യകയാകുന്ന മകൾ സ്വർഗത്തിലെ ഏകജാതൻ്റെ മണവാട്ടിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ കടന്ന ബുദ്ധികളും പിതാവിൻ്റെ കടന്ന ക്രമീകരണങ്ങളുമാണിത്. അത് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പിതാവേ, ഇതിൻ്റെ കടന്ന ബുദ്ധിക്ക് നന്ദി, നന്ദി. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു പെണ്ണേ ഉള്ളൂ, ഒരു പെണ്ണേ ഉള്ളൂ. അതാ നമ്മുടെ പ്രാണക്കുട്ടി. സ്വർഗത്തിൽ ഒരു മോനേ ഉള്ളൂ, അവൻ്റെ പേരെന്നെ ഇമ്മാനുവേൽ ചായൻ. അപ്പോൾ ഇമ്മാനുവേൽ ചായനെ നമ്മുടെ മോളെ കൊണ്ട് കെട്ടിക്കാൻ പോകും. ആ ചായനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിക്കാൻ പോവുക. ആ കല്യാണം നടന്നാൽ നമ്മുടെ ദുഃഖം എല്ലാം തീരും. അതിനു മുമ്പുള്ള ട്രെയിനിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് മെതിവണ്ടിയായി ഭൂതങ്ങളെ മെതിച്ച് അവരവതരിച്ച പ്രാണനെ തിരിച്ചെടുത്ത് അതിനെ നമ്മുടെ പ്രാണക്കുട്ടികളുടെ ഗർഭത്തിലാക്കി അതിനെ വളർത്തി യേശു കുഞ്ഞുങ്ങളാക്കി അങ്ങോട്ട് വിട്ട് യേശുവിൻ്റെ മാറിലെത്തി യേശുവിൻ്റെ മാറിൽ നിന്ന് അവയെ തിരിച്ചെടുത്ത് മണവാട്ടി ഉണ്ടാവും. ഇങ്ങനെ ആ പ്രോസസ്സ്. വീണ്ടെടുക്കപ്പെടുന്ന പ്രാണക്കുട്ടികളുടെ ഉള്ളിലാക്കും. പ്രാണക്കുട്ടികൾ അതിനെ വളർത്തി കൊടുക്കണം. വളർത്തിയതിന് ശേഷം കർത്താവിൻ്റെ മാറിലേക്ക് പോകും. മനസ്സിലായോ? പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുന്ന അപ്പന്മാരുടെ പിള്ളേരെ എങ്ങനെയാണ് കിട്ടിയത്? ഭാര്യയുടെ ഉദരത്തിൽ 9 മാസം വളർന്ന് കൊച്ചിനെല്ലാം അപ്പൻ എടുക്കാൻ കൊള്ളൂ. അമ്മമാരിതിനെ വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാലം. ആ മൂത്ത കൊച്ചിനെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ഇളയ കൊച്ചിനെ വീണ്ടും ഗർഭം ധരിക്കുന്നു. ഇതുപോലെ എല്ലാ വർഷവും സഭയാകുന്ന മാതാവ് പ്രാണക്കുട്ടികളെ പ്രായപൂർത്തിയാക്കി യേശു കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാക്കി എല്ലാ ക്രിസ്മസിനും നമ്മുടെ പ്രാണക്കുട്ടികളെ പ്രസവിക്കുന്ന യേശു കുഞ്ഞുങ്ങളെ കാഴ്ചവെക്കാമെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ആ പ്രാണക്കുട്ടികളെ സ്വീകരിച്ച് ആ യേശു കുഞ്ഞുങ്ങളെ സ്വീകരിച്ചിട്ട് സ്വർഗത്തിലെ മണവാളനായ യേശുവിനെ മാറിൽ കൊണ്ടേയാകും. മാറിൽ നിന്നാണ് ഒടുക്കത്തെ അവ്വ ഉണ്ടാകുന്നത്. ആദ്യത്തെ അവ്വ ഉണ്ടായത് ആദാമിൽ നിന്നാണ്. ഒടുക്കത്തെ ആദാമിൽ തന്നെയാണ് സഭയാകുന്ന അവ്വ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സഭയാകുന്ന മണവാട്ടിയെ ആദാമിൻ്റെ ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ മാറിൽ നിന്ന് എടുത്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ മകളിലേക്ക് നമ്മുടെ പ്രാണന് വളർന്നു പോകേണ്ട കാലമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ക്രിസ്മസിൽ നമുക്ക് സഭയാകുന്ന മാതാവിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രാണക്കുട്ടികളെല്ലാം യേശു കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് വരാമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കർത്താവിന് കാഴ്ചവെക്കാമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നാണ് സ്വർഗാരോഹണം ചെയ്തിട്ട് പെന്തിക്കോസ്ത് പെരുന്നാൾ ആത്മശക്തിയായി മടങ്ങി വരുന്ന കാര്യം ഓർമ്മിക്കുക. അങ്ങനെ കർത്താവിൻ്റെ ഉള്ളിലേക്ക് വിടുന്ന പ്രാണനാണ് ആത്മാവിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ വളർന്ന് ജോലിയൊക്കെ കിട്ടി അമേരിക്കയിൽ പോയാൽ പേർഷ്യയിൽ പോയാൽ ജോലി കഴിഞ്ഞാൽ അവർ സമ്മാനമായിട്ട് മടങ്ങി വരും. അവധിക്ക് വരുമ്പോഴേ പപ്പായ്ക്കും മമ്മിക്കും എല്ലാം സമ്മാനം കൊണ്ട് തരും. എന്താ
അപ്പോൾ നമ്മുടെ വാണക്കുട്ടിയെ വളർത്തി യേശുവിൻ്റെ അമ്മമാരാകിയാൽ അവർ സ്വർഗത്തിൽ പോയിട്ട് അനുഗ്രഹമായിട്ട് നമ്മളെ സന്ദർശിക്കും. നമ്മുടെ അമ്മച്ചിക്ക് അമേരിക്കയിൽ പോകാനൊക്കെ അല്ലേ ഞാൻ കഷ്ടപ്പെട്ട് കിടക്കേണ്ടി വരും. അമ്മച്ചിയെ കാണാൻ പിള്ളേർ വരും. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ കർത്താവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ ഈ ശരീരം ഉയർത്തെഴുന്നേക്കാൻ കയറ്റുള്ളൂ. ഇപ്പം വേണമെങ്കിൽ പ്രാണക്കുട്ടികളെ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് വിട്ടാൽ അവർ പോയി ജോലിയൊക്കെ ചെയ്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമുക്ക് വല്ല കൊണ്ട് തരും. പിന്നെയും പോകും, വന്നും പോയൊക്കെ നിൽക്കും. അവധിക്ക് വരുമ്പോൾ സമ്മാനം കിട്ടും, പിന്നെയും പോകും. അപ്പോൾ ഈ ലോകത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രാണക്കുട്ടികൾ യേശു കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നവരും പ്രസവിക്കുന്നവരും ആയാൽ മതി. അവരിങ്ങനെ വന്നും പോയി നിൽക്കും. ആരാധനയിൽ വരും, ധ്യാനത്തിന് വരും, അവധി കിട്ടുമ്പോഴൊക്കെ വരും. അന്നേരം എല്ലാം സമ്മാനം തരും. അവർ പിന്നെയും പോകും, വരും. നമുക്ക് ആശ്വാസവും കിട്ടും. ഇന്നത്തേക്ക് ഇത്രയും പോരെ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ തിന്മയുടെ ശക്തികളെ മെതിക്കുന്ന മെതിവണ്ടികളായി വളർന്നു ആദാമിൻ്റെ കാലം മുതൽ പൂർവികരുടെ പാപശാപങ്ങൾ കൊണ്ട് അവിടെ പ്രാണനെ അപഹരിച്ച് അങ്ങനെ അനേക ജാതികൾ രൂപികളായും അരൂപികളായും ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് സമ്മതിക്കുന്നു. രൂപികൾ മാറിയാൽ പിന്നെ അരൂപികൾ ബാക്കിയുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ രൂപികളെയും അരൂപികളെയും കൈകാര്യം ചെയ്യുവാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. 40 വർഷത്തെ പോരാട്ടത്തിന് ശേഷം 2 പേർക്കാണ് ആ മരുഭൂമിയെ പ്രയോജനപ്പെടുത്തി ഏദൻ തോട്ടം വീണ്ടും പണിയുവാനും യോശുവായ്ക്കും കാലേബിനും അങ്ങനെ പാലും തേനും ഒഴുകുന്ന ദേശത്തെ അനാഥ്യമലന്മാരെ കുറേശ്ശെയായി മാറ്റി അവകാശം പങ്കിട്ടെടുത്ത് അങ്ങനെ അവർക്ക് ആനന്ദിക്കുവാൻ സന്തോഷിക്കാൻ സാധിച്ചതുപോലെ ഞങ്ങൾ വചനമാകുന്ന തേനും വചനമാകുന്ന തൈരും വചനമാകുന്ന പാലും എല്ലാം ഞങ്ങൾ ആസ്വദിക്കുന്നവരായി അങ്ങനെ ഏതും പ്രാർത്ഥനാ വിഷയമാക്കുവാൻ ഏത് നേരത്തും പ്രാർത്ഥിച്ച് എല്ലാം പ്രാർത്ഥനാ വിഷയമാക്കി ആത്മാവിലായി ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മറുപടി നൽകുന്ന ആ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതയാത്രയിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാനായിട്ട് തന്നെ.